കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പേര് മാറ്റാൻ തീരുമാനം. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിൽ നിന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരൊഴിവാക്കി. ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള പുരസ്കാരത്തിൽ നിന്ന് പ്രശസ്ത നടി നർഗീസ് ദത്തിന്റെ പേരും ഒഴിവാക്കി. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഇതുവരെ ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് നൽകിയിരുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങളുടെ സമ്മാനത്തുക കൂട്ടാനും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം രൂപവൽക്കരിച്ച സമിതിയുടെ ശുപാർശ പ്രകാരമാണ് അവാർഡുകൾ പേരുമാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത്. കോവിഡ് മഹാമാരിയുടെ കാലത്താണ് സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെടെ അംഗങ്ങളായ സമിതി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരുന്നത്. ഐക്യകണ്ഠേനയാണ് തീരുമാനം അംഗീകരിച്ചതെന്ന് സമിതി അംഗങ്ങളിൽ ഒരാൾ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ശബ്ദ വിഭാഗത്തിൽ ഉൾപ്പെടെ സാങ്കേതിക വിഭാഗത്തിലെ ചില മാറ്റങ്ങളാണ് താൻ നിർദ്ദേശിച്ചിരുന്നതെന്ന് സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞു. 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ ചട്ടങ്ങളിലാണ് ഇത് സംബന്ധിച്ച മാറ്റം വരുത്തിയിരിക്കുന്നത്. കോവിഡിനെ തുടർന്ന് 2023 2021 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നൽകിയത്. ജനുവരി 30 2022 അവാർഡിനുള്ള നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇന്ദിരാഗാന്ധിയുടെ പേരില്ലാതെയായിരിക്കും മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം നൽകുക. നേരത്തെ നവാഗത സംവിധായകനുള്ള അവാർഡ് തുക നിർമ്മാതാവും സംവിധായകനും നൽകിയിരുന്നു. എന്നാൽ ഇനി മുതൽ സംവിധായകന് മാത്രമായിരിക്കും ക്യാഷ് അവാർഡ് നൽകുക. ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ് ഇനി മുതൽ ദേശീയ സാമൂഹിക പരിസ്ഥിതി മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ചിത്രത്തിനുള്ള അവാർഡ് എന്ന പേരിലായിരിക്കും നൽകുക. സാമൂഹിക പാരിസ്ഥിതിക പ്രസക്തിയുള്ള ചിത്രങ്ങൾക്ക് നൽകിയിരുന്ന പുരസ്കാരങ്ങൾ ഒഴിവാക്കിയാണ് ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള പുരസ്കാരം പുതിയ പേരിൽ നൽകുന്നത്.